എ റഹീം സർക്കാരിന്റെ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും ജനങ്ങളോട് എണ്ണി എണ്ണി പറഞ്ഞാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടിയത്. ഫലം എന്താണ്? കയ്യിലുണ്ടായിരുന്ന 4 കോർപ്പറേഷനുകൾ നഷ്ടപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന 4 ജില്ലാ പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. 200-ലധികം ഗ്രാമപഞ്ചായത്തുകൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? അപ്പോഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയേട്ടാ, ജോസിന് ഇച്ചിരി കാറ്റുകൊള്ളട്ടെ. വോട്ട് വിഹിതം നോക്കിയാൽ 5% UDFന്റെ താഴെ നിൽക്കുകയാണ്. ഇനി എന്താ ഒരു മാർഗം? അതിനുശേഷം 6 മാസത്തിനിടയ്ക്ക് വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 99-ൽ നിന്ന് 110 വർദ്ധിപ്പിക്കുമെന്നൊരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നത്, പ്രത്യാശ മുന്നോട്ട് വെക്കുന്നത് ഇതും ജോസിന്റെ കയ്യിൽ നിന്ന് പോയിട്ടാ സത്യം. ആശയക്കുഴപ്പമുള്ള, പരാജയത്തിൽ ഉഴലുന്ന അണികളെ തൃപ്തിപ്പെടുത്താനാണോ അതോ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു കണക്കാണോ? പ്രസിഡന്റ് തൽക്കാലം വിശദീകരണ യോഗത്തിൽ വലിയ വിശദീകരണമൊന്നും കൊടുക്കണ്ട. യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണ്. നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എന്തുകൊണ്ടാണ് ആത്മവിശ്വാസം? നാണമില്ലേ വൈദ്യരെ നിങ്ങൾക്ക്? അങ്ങിവിടെ പറഞ്ഞല്ലോ, 10 വർഷം കേരളത്തിൽ ഒരു തുടർ ഭരണത്തിന്റെ വലിയ സാധ്യതയുണ്ടായ മുഖ്യമന്ത്രി. ആ 10 വർഷം കൊണ്ട് വലിയൊരു അവസരമായിരുന്നു. എന്ത് ചെയ്തു എന്നാണ് ഉത്തരം പറ. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലുടനീളം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഊതിയത്. ഞാനത് ചോദിക്കരുതായിരുന്നു. മുഴുവൻ പറഞ്ഞതും അതാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. നമ്മുടെ സംസ്ഥാനത്തുടനീളം ഞാൻ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി നൽകിയ കൃത്യം തൊഴിലവസരങ്ങളുടെ എണ്ണം എൻ്റെ കയ്യിലുണ്ട്. കൃത്യം തൊഴിലവസരങ്ങളുടെ എണ്ണം 4 മണിക്കൂറിലധികമായി ഈ ആശാപ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം മിനിയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയെന്നും ജീപ്പ് പിടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുമുള്ള അതിക്രമങ്ങളുടെ ഒരു വിവരങ്ങൾ കൂടെയാണ് അവരിപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. സ്റ്റാർട്ടപ്പ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുള്ള സംസ്ഥാനമായി നമ്മൾ മാറി. അതിലൂടെ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും എന്ന നിലയിലേക്ക് വന്നു. എറണാകുളം ഏലൂരിൽ വ്യവസായ സ്ഥാപനം അടച്ചുപൂട്ടുന്നു എന്ന വാർത്തയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CITUവിന്റെ പിടിവാശിയിൽ VRL ലോജിസ്റ്റിക്സിന്റെ ഏലൂരിലെ ഡിപ്പോ അടച്ചുപൂട്ടുന്നു. അവിടുത്തെ 150ഓളം വരുന്ന ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ്. എന്താ പ്രശ്നം? മുതലാളിക്ക് എന്നെ പരിചയമില്ല. ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഓ, എന്താ എന്റെ പേര്? എന്റെ പേര് മാധവൻ. നിങ്ങൾ കണ്ണൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടില്ലേ? അത് തിരിച്ചു കൊടുത്താലേ തടിയും കൊണ്ട് ഇവിടുന്ന് പോകും. പാർട്ടി തീരുമാനമാണോ സഹാവേ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ബെന്നി ജോസഫ് 28 വർഷം ദുബായിൽ പണിയെടുത്ത് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു വുഡ് ഇൻഡസ്ട്രി തുടങ്ങി. പാർട്ടിക്കാരും ഇവരും കൂടി പിരിവ് ചോദിച്ചത് കൊടുക്കാഞ്ഞിട്ട് കഷ്ടപ്പെടുത്തിയ ഒരു വ്യവസായം പൂട്ടിയ ആളാണ് ഞാൻ. വ്യവസായ വകുപ്പിൽ തന്നെ സംരംഭക വർഷം, അതിലൂടെ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു, സംരംഭങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണ് കേരളം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. എനിക്ക് സന്തോഷമായി. നിങ്ങൾ സ്വർഗലോകത്തുനിന്ന് ഇറങ്ങി വന്ന മാലാഖന്മാർ. നിങ്ങൾ കേരളത്തെ കുട്ടിച്ചോറാക്കി എന്ന് പറയുന്നതല്ലേ ശരി? നിങ്ങൾ 10 വർഷം കൊണ്ട് ഏത് മേഖലയിലാണ് നിങ്ങൾ മുന്നോട്ട് നയിച്ചത്? അതൊന്നും എനിക്കറിയാൻ മേല. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഏത് വീടുകളിൽ പോയാലും മക്കളൊക്കെ വിദേശത്താണ്, മക്കളൊക്കെ കേരളത്തിന്റെ വെളിയിലാണ്. ആരുമില്ല ഇവിടെ. തമിഴ്നാടിന്റെ മുന്നിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി.